തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞു. 3 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, മുതലപ്പുഴയിൽ അപകടങ്ങൾ അതൊഴിയുന്നില്ല. അവിടെ മീൻ പിടിക്കാൻ യാത്രയായവരാണോ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്? വള്ളം മറിഞ്ഞ് 3 പേരെ കാണാതായിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. വിനോദ, ഇന്ന് രാവിലെ ആയിരുന്നു മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായത്. അഴിമുഖത്ത് വെച്ച് വള്ളം തലകീഴായിട്ട് മറിയുകയായിരുന്നു. വള്ളത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞു വരുമ്പോഴായിരുന്നു വള്ളം അപകടത്തിൽപ്പെടുന്നത്. വെട്ടുതറ സ്വദേശി നിതിന്റെ ഉടമസ്ഥതയിലെ നിത്യസഹായ മാത എന്ന വള്ളമാണ് അഴിമുഖത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. 2 പേർ നീന്തി കയറി എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളും കടലിൽ വീണു. ഇവരും തിരിച്ച് കടലിലേക്ക് നീന്തി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വെട്ടുതുറ സ്വദേശി അഭിജിത്ത്, ചിറയൻകീഴ് സ്വദേശി അഭി, വെട്ടുതുറ സ്വദേശി ശ്യാം എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. മറിഞ്ഞ വെള്ളം കരയ്ക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. മറിഞ്ഞ വെള്ളം ഹാർബറിലേക്ക് മാറ്റുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം തലക്കീഴായി മറിയുന്നത്. അഴിമുഖത്ത് ഇപ്പോഴും ആഴം കുറവാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ആഴം കുറവാണ് ഈ അപകടങ്ങൾ തുടർക്കഥയാവാനുള്ള കാരണമായത്. ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനം കഴിഞ്ഞു വരുന്ന വള്ളമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിനോദ്, ടിൻഡുദാസ്, ഒരു കാര്യം കൂടി, അവിടെ ഈ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കുന്ന നടപടി അത് ഏത് ഘട്ടത്തിലാണ്? അത് നിരവധി പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. സർക്കാരിൻ്റെ നീക്കങ്ങൾ അത് കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല തുടങ്ങിയ വലിയ ആക്ഷേപങ്ങൾ സ്ഥലവാസികൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ആ മണൽ നീക്കം അത് കാര്യമായി മുന്നോട്ട് പോകുന്നുണ്ടോ ടിൻഡുദാസ്? നിലവിൽ അഴിമുഖത്ത് മണൽ നീക്കം നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴയാണ്. ഡ്രഡ്ജിങ് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അഴിമുഖത്ത് തുടരുന്നുണ്ട്. ഈ മണൽ നീക്കം സമയബന്ധിതമായിട്ട് മണൽ നീക്കം ചെയ്യാത്തതാണ് ഇത്തരത്തിൽ ആഴം കുറയാനും അപകടങ്ങൾ തുടർക്കഥയാകാനുമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. ഈ അഴിമുഖത്തെ ആഴം കുറവാണ് ശക്തമായ തിരക്ക് കാരണമാകുന്നത്. ഈ ശക്തമായ തിരയിൽപ്പെട്ടാണ് അപകടങ്ങൾ പതിവാകുന്നത്. ഈ അപകടങ്ങൾ പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറുന്നത്. അതായത് ഇന്ന് 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെടുത്തുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. രക്ഷപ്പെടുത്താൻ പോയ വള്ളവും അപകടത്തിൽപ്പെടുകയായിരുന്നു. അവരും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഘട്ടത്തിൽ അവിടെ ഡ്രഡ്ജിങ് നടത്തുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മണൽ നീക്കം ചെയ്യുന്നതോ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്നാണ് സർക്കാർ തലങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം ഉണ്ടായിരിക്കുന്നു. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. 3 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.